ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവർ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വേദവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അതിപ്രകാരം പറയുന്നു: ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ കഴുത്തിൽ വലിയൊരു തിരക്കല്ല് കെട്ടി അവന് സമുദ്രത്തിൽ ആഴത്തിൽ താഴ്ത്തി കളയുമെന്ന് പറയുന്നു. പ്രിയമുള്ളവർ, ഇന്ന് അനേകർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പാപം ചെയ്യുന്നതല്ലാതെ മറ്റുള്ളവരെയും പാപം ചെയ്യുവാൻ വേണ്ടി അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് മഹാവലിയ ഒരു പാപം. ഒരിക്കലും പാപം ചെയ്യുന്നത് ദൈവത്തിന് തിരഹിതമില്ലാത്ത ഒരു കാര്യം. നാം പാപം ചെയ്യരുത്. നാം പാപം ചെയ്യാതെ വിശുദ്ധിയോട് കൂടി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേയെങ്കിലോ ശാത്താൻ അതിന് നേരെ എതിരായിട്ട് നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ദൈവജനങ്ങൾ പാപം ചെയ്യണം. പാപം ചെയ്യുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഒരു അകൽച്ച ഉണ്ടാകും. പിന്നെ പാപത്തിൽ മരിക്കുമ്പോൾ അവന് നിയമിച്ചിരിക്കുന്ന നരകത്തിൽ തള്ളപ്പെടണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേയെങ്കിലും ദൈവം നാം വിശുദ്ധിയോട് കൂടി ജീവിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട് ദൈവത്തോട് നിത്യമായിട്ട് ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മെ ആത്മീയ രീതിയിൽ വഴി നടത്തുവാൻ ദൈവം സഭകൾ സ്ഥാപിച്ചിരിക്കുന്നു, പുരോഹിതന്മാരെ ഒരുക്കിയിരിക്കുന്നു, പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, സുവിശേഷകന്മാരെ ഒരുക്കിയിരിക്കുന്നു. അതേപോലെ ശാത്താനും കൂടി അവൻ്റെ പദ്ധതി നിറവേറണമെങ്കിൽ അവനും അനേകരെ, ചില കുടുംബങ്ങളിൽ ആ കുടുംബത്തിൽ തന്നെ ആൾക്കാരെ ഒരുക്കി അവർ മൂലമായിട്ട് മറ്റുള്ളവർ പാപം സ്വഭാവം ചെയ്യുവാൻ വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നാം ഒരു കാര്യം മാത്രം ചിന്തിക്കണം: നാം മൂലമായിട്ട് ഒരു വ്യക്തി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ we are the ambassador angels of devil. അത് വളരെ വേദനയുള്ള ഒരു കാര്യം, അത് വളരെ ആപത്തായ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നാശം സംഭവിക്കും. നാം വേദവചനമെടുത്ത് ആരാഞ്ഞു നോക്കുമ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായം 1 മുതൽ 21 വചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ ഒരു വളരെ പരിചിതമായ ഒരു സംഭവം. ഹൗവ ദൈവത്തിന് ഒരു അനുസരണക്കേട് കാണിക്കുന്നു. അത് അറിയുന്ന ദൈവത്തിൻ്റെ ശാപം ഇറങ്ങി വരുന്നു. ദൈവം ആരെയാണ് ആദ്യം ശപിച്ചത്? തെറ്റ് ചെയ്ത് അനുസരണക്കേട് കാണിച്ച ഹൗവയാണോ? അതോ അതിന് കൂട്ടുനിന്ന ആദമേ? രണ്ടുപേരെയുമല്ല. അതിന് കാരണമാകുന്ന സർപ്പത്തിന്മേൽ ദൈവത്തിൻ്റെ ശാപം വരുന്നു. ഏതൊരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പാപത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പാപം ചെയ്ത ആ വ്യക്തിക്ക് ശിക്ഷ കിട്ടുന്ന മുൻപതായിട്ട് അതിന് കാരണമായി ഇരുന്നവർ മേൽ ദൈവത്തിൻ്റെ ശിക്ഷയും കോപവും വരുന്നു എന്നൊരു കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് അനേകർ മറ്റുള്ളവരെ പാപത്തിൽ കൊണ്ട് തള്ളുന്നു. അവർ പാപത്തിൽ നടന്നത് പോരാതെ മറ്റുള്ളവരെയും പാപത്തിൽ കൊണ്ട് തള്ളുന്നത് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകമായിട്ട് മദ്യം, അനേകർക്ക് മദ്യത്തെ കൊണ്ട് കൊടുത്ത് നിർബന്ധിച്ച് കുടിപ്പിച്ച് അവരെ പാപത്തിൽ കൊണ്ടുപോകുന്നു. എനിക്കൊരു കുടുംബത്തെ അറിയാം. ആ കുടുംബത്തിൽ പിതാവ് ഒരു വലിയ മദ്യപാനി. അത് നിമിത്തമായിട്ട് കുടുംബത്തിൽ എപ്പോഴും വഴക്ക്, സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം. ഭാര്യയും മക്കളും എത്രയോ പ്രാവശ്യം അവരോട് പറഞ്ഞു. ആ പിതാവ് കൈക്കൊണ്ടില്ല. ഒരു സമയം വളരെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ആ പിതാവിന് മനസ്സലിഞ്ഞു. അയ്യോ, എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്ര പറയുന്നല്ലോ, ശരി, ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എനിക്ക് വേണ്ട. പ്രിയമുള്ളവരെ, നാമും കൂടി നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ വേറെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പാപകാര്യങ്ങൾ നാം വിട്ടുകളയണം. ശരി, ഈ പിതാവ് മദ്യപാനത്തെ വിടുവാം എന്ന് തീരുമാനിച്ചു. കുറച്ച് ദിവസം പോയി ആ കുടുംബത്തിൽ സന്തോഷം വന്നു. പക്ഷേ എങ്കിലോ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു റിലേറ്റീവ് വന്നു. അദ്ദേഹം വന്നത് തന്നെ ഒരു ബോട്ടിലുമായിട്ടാണ്. ഈ പിതാവ് മദ്യപാനശീലം നിർത്തി എന്ന് അറിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ഫോഴ്സ് ഇതില്ല, എനിക്ക് നീ കമ്പനി തരണമെന്ന് അദ്ദേഹത്തിന് മദ്യപാനം കൊടുത്തു. അതിനുശേഷം പുള്ളിക്ക് അത് നിർത്താനേ സാധിച്ചില്ല. ആ വ്യക്തി മൂലമായിട്ട് ആ കുടുംബത്തിൽ പാപം വന്നു. അത് മൂലമായിട്ട് പ്രശ്നങ്ങൾ വന്നു. പ്രിയമുള്ളവരെ, നാം മൂലമായിട്ട് പാപം ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമെങ്കിൽ നാം ഒരു കാര്യം മറന്നു പോകരുത്. അത് എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കത്തില്ല. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പയ്യൻ, അവന് 24-25 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ്റെ ഫ്രണ്ട്സെല്ലാം വളരെ ഫോഴ്സ് ചെയ്ത് ഒരു ദിവസം മദ്യപിച്ച് കഴിഞ്ഞ് അവൻ
തൻ്റെ റൂമിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ ആക്സിഡൻറ്റിൽ ആ പയ്യനും ജീവനെ തന്നെ നഷ്ടമായി. വാട്ട് ഈസ് എ ഇമ്പാക്റ്റ്? ആ കുടുംബം തന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി. മദ്യപാനം മാത്രമല്ല, ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള പാപങ്ങൾ, സിഗരറ്റ് വലിച്ച് എത്ര കുടുംബത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നു. ക്യാൻസറും മറ്റു ഡിസീസും വന്ന് മരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എത്ര ഹെൽത്ത് ഇഷ്യൂസ്, എത്ര കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഡ്രഗ്സ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഇന്ന് വളരെ കോമൺ ആയിട്ട്, പ്രത്യേകമായിട്ട് ചെറുപ്പക്കാരുടെ ഇടത്തിൽ വരുന്നു. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ദുശ്ശീലങ്ങൾ നാം ചെയ്യരുത്. അതേപോലെ മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ നാം അതിന് കൂട്ടു നിൽക്കരുത്. അനേക കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലർ വന്നിട്ട് ഇതൊന്നും തെറ്റല്ല, ഈ ലൈഫിൽ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. വേദവചനം പറയുന്നു, യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായം 20-ാം വാക്യം, നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും കയ്പിനെ മധുരമെന്നും മധുരത്തെ കയ്പെന്നും ആക്കി തീർക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് വേദവചനം പറയുന്നു. അവർക്ക് ശിക്ഷ ഉറപ്പ് എന്ന് വേദവചനം പറയുന്നു. അതുമാത്രമല്ല, ഈ പാപകാര്യങ്ങൾ മാത്രമല്ല, ചിലർ 2 പേർ തമ്മിൽ വഴക്കിടുവാൻ വേണ്ടി അവർ വിഷം കുത്തി നിറച്ച് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ശത്രുതയെ കൊണ്ടുവരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവർ വഴക്കിടുവാൻ തന്നെ കാരണമായിരുന്നു. അതേപോലെ സഹോദരങ്ങൾ തമ്മിൽ കൂടെ വഴക്കിടുവാൻ ചിലർ പ്രവൃത്തികൾ ചെയ്യുന്നു. അത് വലിയ ഒരു ശാപം, ദൈവം ഇറക്കുന്ന ഒരു പാപം. ആര് മുഖാന്തരമായിട്ട് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വരുന്നോ അവൻ പിശാചിൻ്റെ ആയുധം എന്നൊരു കാര്യത്തെ നാം മറന്നു പോകരുത്. അതേപോലെ ചിലർ പാപകാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്ത് ഇതൊന്നും തെറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം. നാം മുഖാന്തരമായിട്ട് മറ്റൊരു വ്യക്തി പാപം ചെയ്യരുത് പ്രിയമുള്ളവരെ. അതേപോലെ മറ്റൊരു ജീവിതത്തിൽ നാം ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യരുത്. We should not create problem in someone's life. സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം മുഖാന്തരമായിട്ട് പാപം വരരുത്, പ്രശ്നം വരരുത്. ചിലർക്ക് ഒരു ഫിനാൻഷ്യലി ഒരു പ്രതിസന്ധി കൊണ്ടുവരും, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടുവരും. ചിലർ പണം കടം വാങ്ങിക്കും, പണം തിരിച്ചു കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കബളിക്കും, ചതിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മറ്റുള്ളവർക്ക് എന്തുമാത്രം പ്രോബ്ലം വരുന്നു. നമ്മുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടി നാം മറ്റുള്ളവരെ ചതിക്കുന്നു, മറ്റുള്ളവർക്ക് കിട്ടേണ്ട നന്മയെ നാം തട്ടിപ്പറിക്കുന്നു, മറ്റവർക്ക് വേണ്ടി ഭാരം വയ്ക്കുന്നു. ഇവയൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നം കൊണ്ടുവരുമ്പോൾ വലിയൊരു ശിക്ഷ, വലിയൊരു ആൻസർ നാം ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ദൈവത്തിൽ നിന്ന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്നൊരു കാര്യം നാം മറന്നു പോകരുത്. പ്രോപ്പർട്ടി ഇഷ്യൂസ്, അങ്ങനെ പലവിധമായ let us not create problem in anyone's life. Let us not ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ഉണ്ടാക്കുവാൻ വേണ്ടി നാം അങ്ങനെ ആയിത്തീരരുത് പ്രിയമുള്ളവരെ. മറിച്ച് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, ദൈവഭയമുള്ള ജീവിതം നയിക്കുവാൻ, നമ്മെ കണ്ട് പഠിക്കുവാൻ അത്രമാത്രം ഒരു നന്മയുടെ വഴി നാം കാണിച്ചു കൊടുക്കണം. We should not be a problem creator, but we should be a problem solver. പ്രിയമുള്ളവരെ, അനേകർ പാപത്തിൻ്റെ അടിമത്തനത്തിലിരുന്ന് അവർക്ക് അതിലിരുന്ന് പുറത്തു വരാത്ത രീതിയിൽ പലവിധമായ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പാപ അടിമത്തനത്തിലുണ്ടെങ്കിൽ യേശുവിനെ നോക്കി വിളിച്ചാൽ മതി. യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുകയും ആ പാപത്തിലിരുന്ന് കരകയറി വരുവാൻ യേശുവിനാൽ കഴിയും. യേശുവിനാൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. അതേപോലെ മറ്റുള്ളവർ നിങ്ങളെ ഒരു കുഴിയിൽ ചാടിച്ച പടിയാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഇരിക്കുന്നു, ഈ യേശുവിനെ വിളിച്ചാൽ മതി. അത് എത്ര വലിയ പ്രശ്നമായിരുന്നാലും ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പ്രോബ്ലത്തേക്ക് കൊണ്ടുപോകുന്നത് വലിയൊരു പാപം. സദൃശ്യം 6-ാം അധ്യായം 14-15 നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നു, അങ്ങനെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരും. അവർ സഹായത്തിന് വേണ്ടി ആരൊക്കെ വിളിച്ചാലും അവർക്ക് സഹായം ലഭിക്കത്തില്ല എന്ന് വേദവചനം പറയുന്നു. മറ്റുള്ളവരുടെ വീക്ക്നെസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റവരെ ചതിക്കുന്നത്, അവരെ പ്രോബ്ലംസിൽ കൊണ്ട് ഇടുന്നത്, അത് വലിയ ഒരു സാമർഥ്യമൊന്നല്ല. അവരുടെ കണ്ണുനീരെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നൊരു കാര്യത്തിൽ നാം മറന്നു പോകരുത്. അവനെ ഞാൻ ചതിച്ചു, ഞാൻ ഇന്ന് നേടി പറഞ്ഞിരിക്കുന്നത് നേടിയതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുന്നു എന്നൊരു കാര്യത്തിൽ നാം മറന്നു പോകരുത്. വിക്ടിമായ പേഴ്സൺ ദൈവത്തെ നോക്കി നിലവിളിച്ചാൽ
നീതി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു കാര്യത്തെ നാം ഓർക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് മറ്റുള്ള ജീവിതത്തിൽ നാം പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യരുത്. നാം ആരുടെയെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം മാനസാന്തരപ്പെടണം. അവരുടെ ജീവിതത്തിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരുവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടുന്ന നഷ്ടങ്ങളെ നാം നിവൃത്തി ചെയ്ത് കൊടുക്കണം. പാപത്തിൽ ഒരുത്തനെ തള്ളി ആ പാപത്തിൽ നിന്ന് അവൻ പുറത്തു വരാതെ രീതിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ശിക്ഷ ഉറപ്പ്. നാം മുഖാന്തരമായിട്ട് പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം എന്ന് വേദവചനം പറയുന്നു. അങ്ങനെ പാപത്തിൽ മരിക്കുന്ന വ്യക്തികൾക്ക് നരകം കാത്തിരിക്കുന്നു. അവർക്ക് സ്വർഗരാജ്യം പ്രവേശിക്കാൻ പറ്റത്തില്ല. ആരൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കത്തില്ല എന്നൊരു കാര്യം നാം മറന്നു പോകരുത്. നാം പാപം ചെയ്യരുത്. ഒരു കാരണവശാലും പാപ സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കരുത്. തെറ്റായ ബന്ധങ്ങളിലേക്ക് വഴി നടത്തിക്കൊണ്ടു പോകരുത്. പാപം മറ്റൊരു ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് നാം വഴിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഇന്നത്തെ ചിന്തയോടെ നിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ലൊരു ചിന്തയ്ക്കായിട്ട് വചനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ആരൊക്കെ ഈ മറ്റുള്ളവർ ചില പാപത്തിൽ തള്ളിയപടിയാൽ ഒരു പാപത്തിൻ്റെ അടിമത്തനത്തിൽ ബന്ധനത്തിലിരുന്ന് ആ പാപ സ്വഭാവങ്ങൾ വിടാൻ പറ്റാത്ത രീതിയിൽ ആരൊക്കെ കരയുന്നു, ദൈവമേ അവരുടെ പാപത്തിൽ നിന്ന് കരകയറുവാൻ ദൈവം അവർക്ക് സഹായിക്കണമേ. ഓൺലി യു ക്യാൻ മേക്ക് ദം കം ഔട്ട് ഓഫ് ദാറ്റ് സിൻസ് ലോർഡ്. പരിശുദ്ധ പിതാവേ, ദൈവം അവർക്ക് സഹായിക്കണമേ അപ്പ. ചില വ്യക്തി മൂലമായിട്ട് പ്രോബ്ലമായിട്ട് ചിലരെ ഒത്തിരി വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ കബളിപ്പിച്ചപടിയാൽ പലവിധമായ പ്രശ്നം, ഫിനാൻഷ്യൽ ക്രൈസിസ്, മറ്റ് പ്രശ്നങ്ങളിലേക്ക്, മറ്റ് കോടതി കേസുകളിലേക്ക് പെട്ടു നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ വിടുവിക്കണമേ. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ആരൊക്കെ എന്ത് പ്രലോഭനം കൊണ്ടുവന്നാലും അതിൽ വീഴത്തില്ല എന്നൊരു ഉറപ്പായ തീരുമാനമെടുക്കുക. ഈ ദൈവത്തെ ദുഃഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല, ദൈവത്തിന് തിരിഹിതമില്ലാത്തൊരു കാര്യം ചെയ്യത്തില്ല, ദൈവത്തിന് ഭയന്ന് ദൈവഹിതത്തിനെ ജീവിക്കും എന്ന് തീരുമാനമെടുത്താൽ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും. ദൈവം വലിയൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അനേകർ പലവിധമായ ഒരു വേദനയിനാൽ കരയുന്ന ഇന്നത്തെ ദിവസങ്ങളിൽ കാണാം. അനേക ആവശ്യങ്ങളുണ്ട്. മക്കളുടെ ജീവിതത്തിൽ നല്ലൊരു കല്യാണം കഴിച്ചയക്കണം, ലൈഫ് സെറ്റിൽ ചെയ്യണം. പ്രായം പോയിക്കൊണ്ടിരിക്കുന്നു. ചില മക്കളുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ജോലിയില്ല, എങ്ങനെ ഞാൻ ലൈഫിൽ സെറ്റിൽ ചെയ്യും എന്നൊരു ഭയം. ചില കുടുംബത്തിൽ പലവിധമായ പാപങ്ങൾ ആ കുടുംബത്തിൽ ഇറങ്ങിയ പട്ടിയാൽ അവിടെ സമാധാനമില്ലാത്ത അന്തരീക്ഷം ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ താഴ്ത്തി ദൈവസമൂഹത്തിൽ ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ പൂർണ്ണമായിട്ട് ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അത്ഭുതത്തെ കാണും, നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. നത്തിങ് ഈസ് ഇംപോസിബിൾ. ഫിയർ നോട്ട്. വിശ്വാസത്തെ നിങ്ങൾ തള്ളിക്കളയേണ്ട, ഒരു ഭയം വേണ്ട, ഇത് തീർന്നു എന്നൊരു ചിന്ത വേണ്ട. ഈ ദൈവത്താൽ പറ്റാത്ത ഒരു കാര്യമില്ല. അധിക സമയം വേണ്ട. നിങ്ങൾ ഇന്ന് വിശ്വസിച്ചാൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം മാറ്റും. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ തുറക്കുവാൻ ഈ ദൈവത്താൽ കഴിയും. പരിശുദ്ധ പിതാവേ, ആരൊക്കെ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ സമാധാനത്തെ കൊടുക്കണമേ. അവർ പ്രതീക്ഷിക്കുന്ന നന്മകൾ ദൈവം കൊടുക്കണമേ. അവർ പ്രതീക്ഷിക്കുന്ന അത്ഭുതത്തെ ചെയ്യണമേ പിതാവേ. അവരുടെ ഹൃദയത്തിൽ ഭാരങ്ങളെ മാറ്റണമേ. കണ്ണുനീരെ കൊടുച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം കൊടുക്കണം. ആരൊക്കെ ഏത് കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു അതിലൊരു അത്ഭുതം കൊടുക്കണമേ, അതിലൊരു വിടുതല കൊടുക്കണമേ, അതിലൊരു അത്ഭുതം ദൈവം ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്ന പടിയാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സകല മാനവമഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കണ്ണുനീരിലെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. കഴിയുന്നതും പ്രത്യേകമായി ശ്രദ്ധിക്കുക, ദൈവത്തിന് മുൻപതായിട്ട് ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. അന്ന് അന്ന നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമായിട്ട് ഒരു ശാമുവേലെ കൊടുത്തു. അതേപോലെ ഏതെങ്കിലും ഒരു നല്ല നേർച്ച ചെയ്തു അതിനൊരു വലിയ കോസ്റ്റ്യൂം പാറ്റേണൊന്നുമില്ല.
നമ്മുടെ ജീവിതത്തിൽ ചില സ്വഭാവങ്ങൾ മാറ്റത്തില്ല. ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഒരു മണി നേരം ഞാൻ പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും പ്രാർത്ഥിക്കും. അങ്ങനെ തീരുമാനമെടുക്കുക. ദൈവത്തിന് പണമൊന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ദൈവത്തെ കൂടുതൽ അടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ പാപ സ്വഭാവത്തെ ഞാൻ വിട്ടുകളയും, അത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദൈവത്തിനൊരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ കാണും. അത് എന്തുവായിരുന്നാലും ദൈവത്താൽ കഴിയും. വീണ്ടും ഒരു നല്ല ചിന്തനയോട് കൂടി വരുന്നവർ ഞാൻ പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.